ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബീഫ് കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ബീഫ് കബാബ് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വേവിച്ചെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്നായി കിട്ടും. നമ്മൾ പച്ച തന്നെ ഇടുമ്പോൾ അത് പെട്ടെന്നായി കിട്ടില്ല. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിൽ കുറച്ച് മസാലകൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ചേർക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പേ ചേർക്കുന്നുള്ളൂ, കാരണം ഇത് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് തന്നെയാണ് ഇത് വേവിച്ചത്. പക്ഷെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി. വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതും കൂട്ടി ഒന്ന് നന്നായി മിക്സ് ആക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. 1 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബീഫായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി തിളച്ച് ബീഫ് അതിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് കബാബ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.